Hi dears, welcome to all. Today let us continue the chapter Lamb to the Slaughter by Roald Dahl. Okay, at the page number 82, we can continue. She carried the meat into the kitchen, placed it in a pan, turned the oven on high and shoved it inside. Then he washed her hands and ran upstairs to the bedroom. She sat down before the mirror, tidied her hair, touched up her lobes and face. She tried a smile. It came out rather peculiar. She tried again. "Hello, Sam," she said brightly aloud. The voice sounded peculiar too. അവൾ ആ ആടിൻ്റെ കാല് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഒരു പാത്രത്തിലിട്ട് അവനിൽ വെച്ച് അവൻ ഓൺ ചെയ്തു. അങ്ങനെ കൈകളെല്ലാം കഴുകി മുകളിൽ പോയി കണ്ണാടിയിൽ നോക്കി അവളുടെ മുഖമൊക്കെ ശരിയാക്കി. അങ്ങനെ അവൾ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു വർത്തമാനം പറയുന്നത് വളരെ വികൃതമായി തോന്നി. പക്ഷേ കുറേശ്ശെ അത് ശരിയായി വന്നു. The voice sounded peculiar too. "I want some potatoes, please, Sam." "Yes, I think a can of peas." ഇതൊക്കെ അവൾ പറഞ്ഞു നോക്കുകയാണ്. That was better. അത് നന്നായി. Both the smile and the voice were coming out better now. ഇപ്പോൾ സൗണ്ടും അതുപോലെ തന്നെ ചിരിയൊക്കെ നന്നായിട്ടുണ്ട്. She rehearsed it several times more. ഇത് ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടു. Then he ran downstairs. എന്നിട്ട് അവൾ താഴേക്ക് ഓടി. Took her coat. കോട്ടെടുത്തു. Went out the back door, down the garden into the street. അല്ലേ, അടുക്കള പിൻവാതിലിലൂടെ തൻ്റെ ഗാർഡനിലൂടെ സ്ട്രീറ്റിലേക്ക് പോയി. It wasn't 6 o'clock yet and the lights were still on the grocery shop. ഇപ്പോഴും സമയം 6 മണിയായിട്ടില്ല. അതുപോലെ തന്നെ അത് നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. പലചരക്ക് കടയിലേക്കായിരുന്നു അവൾ പോയിരുന്നത്. "Hello, Sam," she said brightly, smiling at the man behind the counter. അല്ലേ, കടക്കാരൻ സാമിനോടാണ് അവൾ സംസാരിക്കുന്നത്. "Why, good evening, Mrs. Maloney. How are you?" തിരിച്ചും അദ്ദേഹം അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അവൾ പറഞ്ഞു, "I want some potatoes, please, Sam." "Yes, I think a can of peas." അല്ലേ, എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും ഒരു ടിൻ പീസും ആവശ്യമുണ്ട്. The man turned and reached up behind him and shelf for the peas. അങ്ങനെ അദ്ദേഹം അതെടുക്കാൻ വേണ്ടി പോയി. "Patrick decided he is tired and doesn't want to eat out tonight," she told him. പാട്രിക്ക് വളരെ ക്ഷീണിതനായതുകൊണ്ട് അവർക്കൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് വാങ്ങാൻ വന്നതാണ്. "You know, and now he caught me without any vegetables in the house." വീട്ടിൽ പച്ചക്കറികളൊന്നും തന്നെ ഇല്ലായിരുന്നു. "Then how about meat, Mrs. Maloney?" അപ്പോൾ വീട്ടിൽ ഇറച്ചിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് സാം. "No, I have got meat, thanks. I have a nice leg of lamb from the freezer." എനിക്ക് ഇറച്ചിയൊന്നും വേണ്ട, കാരണം ഫ്രീസ് ചെയ്ത ആട്ടിൻകാല് തൻ്റെ വീട്ടിലുണ്ട്. അത് അവനിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അവൾ പറയുകയാണ്. "I don't know much like cooking it frozen, Sam, but I am taking a chance on it this time. You think it will be right?" അവനിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇന്ന് അതാണ് ചെയ്യുന്നതെന്ന് സാമിനോട് പറഞ്ഞു. "Personally," the grocer said, "I don't believe it makes any difference. You want these ഇതാവോ പൊട്ടാറ്റോസ്?" അല്ലേ, നിങ്ങൾക്ക് അദ്ദേഹം സാം പറയുകയാണ്, എങ്ങനെ വേവിച്ചാലും വ്യത്യാസമൊന്നുമില്ല അല്ലേ, എല്ലാം ഒരുപോലെയാണെന്ന് പറയാണ്. പിന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൊട്ടാറ്റോസ് വേണ്ടതെന്ന് പറയാണ്. "Oh yes, that will be fine. 2 of those." അല്ലേ, കുറച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. "Anything else?" The grocer cocked his head on side, looking at her pleasantly. "How about afterwards? What are going to give him for afterwards?" അല്ലേ, പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, അവളെ ചെരിഞ്ഞൊന്ന് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇനി എന്തൊക്കെയാണ് വേണ്ടത് അല്ലേ, അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ച ശേഷം എന്ത് നൽകും എന്നൊക്കെ ചോദിച്ചു. "Well, what would you suggest, Sam?" അല്ലേ, എന്താണ് നല്ലതെന്ന് സാമിനോട് തന്നെ അവൾ ചോദിക്കുകയാണ്. The man glanced around his shop. അല്ലേ, അദ്ദേഹം തൻ്റെ ഷോപ്പിൻ്റെ ചുറ്റിലും നോക്കിയിട്ട്, "How about a nice big slice of cheese cake? I know he likes that." അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം പാട്രിക്കിന് വേണമെങ്കിൽ ചീസ് ഇഷ്ടമായിരിക്കാം അല്ലേ, പാട്രിക്കിന് ചീസ് ഇഷ്ടമാണെന്ന് അവളും സമ്മതിച്ചു. അപ്പോൾ അല്ലേ, പെർഫെക്റ്റ് ഷീ സെഡ്. ഹി ലവ്സ് ഇറ്റ്. അങ്ങനെ സാധനങ്ങളൊക്കെ വളരെ നന്നായി തന്നെ അവൾ വാങ്ങി.
And when it was all wrapped and she had paid, she put on her brightest smile and said, "Thank you Sam, good night." അങ്ങനെ അതെല്ലാം പൊതിഞ്ഞ് സാധനങ്ങളെല്ലാം പൊതിഞ്ഞ് സാമിനോട് വാങ്ങി അയാളോട് നന്ദിയും പറഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോരുകയാണ്. ഗുഡ് നൈറ്റ് മിസ്സിസ് മെലോണി ആൻഡ് താങ്ക് യു അല്ലേ. എന്നിട്ട് സാമും അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. വീട്ടിലൊന്നും പ്രത്യേകമായി സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അവൾ അഭിനയിക്കുന്നത്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ സാധാരണയായി നടക്കുന്ന സംഭവങ്ങൾ മാത്രം തന്നെ നടന്നിട്ടുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഗ്രോസറി ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. And now she told herself as she hurried back on all she was doing now. She was returning home to her husband and he was waiting for supper, and she must cook it food and make it as tasty as possible because the poor man was tired. And if when she entered the house she happened to find anything unusual or tragic or terrible, then naturally it would be a shock and she had become a frantic with grief and horror. അവൾ വീട്ടിലെത്തി. പ്രത്യേകം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലാണ് അവൾ വീട്ടിലെത്തിയിട്ടും പെരുമാറുന്നത് അല്ലേ. അദ്ദേഹം അവളെ കാത്തിരിക്കുകയാണ്, സപ്പറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം വളരെയധികം ടയേർഡാണ്. അദ്ദേഹത്തിന് വേണ്ടി നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്. വെൻ ഷീ എൻറ്റേർഡ് ദ ഹൗസ് ഷീ ഹാപ്പൻ ടു ഫൈൻഡ് എനിത്തിങ് അൺയൂഷ്വൽ. അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഓർ ട്രാജിക് ഓർ ടെറിബിൾ, ഭീകരമായതൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. മൈൻഡ് യു ഷീ വാസൻറ്റ് എക്സ്പെക്റ്റിംഗ് ടു ഫൈൻഡ് എനിത്തിങ് അല്ലേ. അവൾ പ്രതീക്ഷിക്കുകയാണ് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ. ഷി വാസ് ജസ്റ്റ് ഗോയിങ് ഹോം വിത്ത് വെജിറ്റബിൾ. അവൾ സാധാരണ രീതിയിൽ പച്ചക്കറികളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. മിസ്സിസ് പാട്രിക് മെലോണി ഗോയിങ് ഹോം വിത്ത് ദ വെജിറ്റബിൾസ് ഓൺ തേഴ്സ്ഡേ ഈവനിങ് ടു കുക്ക് സപ്പർ ഫോർ ഹസ്ബൻഡ് അല്ലേ. എല്ലാവരും പറയൽ എങ്ങനെയായിരിക്കും? മിസ്സിസ് പാട്രിക് മെലോണി വീട്ടിലേക്ക് പച്ചക്കറികളുമായി വ്യാഴാഴ്ച തൻ്റെ ഹസ്ബൻഡിന് സപ്പർ പാകം ചെയ്യാൻ പോയിരുന്നതാണല്ലോ എന്ന് പറയുന്ന രീതിയിലായിരുന്നു അവളുടെ എല്ലാ പെരുമാറ്റങ്ങളും ഉണ്ടായിരുന്നത്. ദാറ്റ്സ് ദ വേ ഷീ ടോൾഡ് ഹെർസെൽഫ്. ഡു എവറിത്തിങ് റൈറ്റ് ആൻഡ് നാച്ചുറൽ അല്ലേ. അവളോട് തന്നെ പറയുകയാണ് എല്ലാം സാധാരണ ഉള്ളതുപോലെ തന്നെ, എവറിത്തിങ് റൈറ്റ് ആൻഡ് നാച്ചുറൽ. കീപ് തിങ്സ് അബ്സല്യൂട്ട്ലി നാച്ചുറൽ ആൻഡ് ദെർ വിൽ ബി നോ നീഡ് ഫോർ എനിത്തിങ് ആക്ടിങ് അറ്റ് ഓൾ അല്ലേ. ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. ദെർഫോർ വെൻ ഷീ എൻറ്റേർഡ് ദ കിച്ചൺ ബൈ ദ ബാക്ക് ഡോർ, അങ്ങനെ അവൾ വീട്ടിലേക്ക് ബാക്ക് ഡോറിലൂടെ കയറുകയാണ്. ഷി വാസ് ഹമ്മിങ് എ ലിറ്റിൽ ട്യൂൺ ടു ഹേഴ്സെൽഫ് ആൻഡ് സ്മൈൽ അല്ലേ. അവളൊരു മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു, പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു മൂളിപ്പാട്ട് പാടിയിട്ടാണ് അവൾ വീട്ടിലേക്ക് കയറുന്നത്. പാട്രിക് ഷീ കോൾഡ്, ഹൗ ആർ യു ഡാർലിംഗ് അല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവൾ കയറുന്നത് അല്ലേ. പാട്രിക് അല്ലേ, എന്താ എങ്ങനെയുണ്ട് എന്നൊക്കെ വിളിച്ചിട്ടാണ് കയറുന്നത്. ഷീ പുട്ട് ദ പാർസൽ ഡൗൺ ഓൺ ദ ടേബിൾ ആൻഡ് വെൻ ത്രൂ ഇൻ ദ ലിവിങ് റൂം. അങ്ങനെ പാർസൽ ടേബിളിൽ വെച്ചു അവൾ ലിവിങ് റൂമിലേക്ക് കയറി. ആൻഡ് വെൻ ഷീ സോ ഹിം ലൈയിങ് ഓൺ ദ ഫ്ലോർ വിത്ത് ഹിസ് ലെഗ്സ് ഡബിൾഡ് അപ്പ് ആൻഡ് വൺ ആം ട്വിസ്റ്റഡ് ബാക്ക് അണ്ടർനീത്ത് ഹിസ് ബോഡി അല്ലേ. ആ ലിവിങ് റൂമിലെത്തിയപ്പോൾ പാട്രിക് അവിടെ മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ കൈയും കാലൊക്കെ എങ്ങനെ കിടക്കുന്നതൊക്കെ അവൾ കാണുന്നതാണ്. ആൻഡ് ഓൾ ദ ഓൾഡ് ലവ് ആൻഡ് ലോങ്ങിങ് ഫോർ ഹിം വെൽഡ് അപ്പ് ഇൻ ഹിസ് സൈഡ് അല്ലേ. അദ്ദേഹത്തോടുള്ള തൻ്റെ പഴയ ആ സ്നേഹവും അല്ലേ, അദ്ദേഹത്തോടുള്ള ഒരു ആഗ്രഹവും എല്ലാം അവളുടെ ഉള്ളിൽ ഒന്നായിട്ട് അങ്ങോട്ട് ഉറവ പൊട്ടി വന്നു. ആൻഡ് ഷീ റാൻ ഓവർ ഹിം. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി. ആൻഡ് നെൽറ്റ് ഡൗൺ ബിസൈഡ് ഹിം. അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു അല്ലേ. അദ്ദേഹത്തോടുള്ള സ്നേഹവും തീക്ഷ്ണതയെല്ലാം അവളിൽ നിറഞ്ഞു വന്ന് അവളെ മുട്ടുകുത്തിയിരുന്നു. ബിസൈഡ് ഹിം ആൻഡ് ബിഗാൻ ടു ക്രൈ ഹേർട്ട് ഔട്ട് അല്ലേ. അവൾ വലിയ വായിൽ വളരെ ഹൃദയം പൊട്ടിക്കരയാൻ തുടങ്ങി. ഇറ്റ് വാസ് ഈസി, നോ ആക്ടിങ് വാസ് നെസസറി അല്ലേ. ഇത് അഭിനയിച്ചിട്ടില്ലായിരുന്നു, ശരിക്കുമുള്ള സത്യത്തിലുള്ള കരച്ചിലായിരുന്നു. ഈ ഒരു ആടിൻ കാലുകൊണ്ട് അവൾ അടിച്ചത് ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല. അപ്പോഴത്തെ അവളുടെ ആ ഒരു റെസ്പോൺസ് ആയിരുന്നു അത് അല്ലേ. ഒരിക്കലും മരിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അങ്ങനെ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ അല്ലേ, കുറച്ച് സമയത്തിന് ശേഷം ഷീ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ ഫോൺ അല്ലേ. അവൾ എണീറ്റു പോലീസിന് ഫോൺ ചെയ്തു. ഷീ നോ ദ നമ്പർ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് വെൻ ദ മാൻ അറ്റ് ദ അതർ ആൻഡ് ആൻസർഡ് ഷീ ക്രൈഡ് ടു ഹിം, ക്യുക്ക് കം ക്യുക്ക് പാട്രിക്സ് ദ അല്ലേ. അവൾക്ക് പോലീസുകാരൻ്റെ നമ്പറൊക്കെ അറിയാമായിരുന്നു. എന്നിട്ട് അവൾ വിളിച്ചിട്ട് അവരോട് പാട്രിക് മരിച്ചു, പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞു. ഹു ഈസ് സ്പീക്കിംഗ്? മിസ്സിസ് പാട്രിക് മെലോണി. യു മീൻ പാട്രിക് മെലോണി ഈസ് ഡെഡ്
അല്ലേ. അപ്പോൾ അവർ ചോദിക്കുകയാണ് ആരാണ് മെലോണിയാണ് അല്ലെ മിസ്സിസ് മെലോണിയാന്ന് പറഞ്ഞു. പാട്രിക് ആണോ മരിച്ചതെന്ന് അവർ ചോദിക്കണം. ഐ തിങ്ക് സോ ഷീ സോബ്ഡ് അല്ലേ. ഇത് പറയുമ്പോൾ അവൾ തേങ്ങുന്നുണ്ടായിരുന്നു. ഹീസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ ആൻഡ് ഐ തിങ്ക് ഹീസ് ഡെഡ് അല്ലേ. അദ്ദേഹം തറയിൽ വീണ് കിടക്കുകയാണ്. അദ്ദേഹം മരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബി റൈറ്റ് ഓവർ ദ മാൻ സെഡ്. അങ്ങനെ ദ കാർ കെയിം വെരി ക്വിക്ക്ലി ആൻഡ് വെൻ ഷീ ഓപ്പൺ ഇൻ ദ ഫ്രണ്ട് ഡോർ 2 policemen walked in. She know them both. She know nearly all the men at that percent and fell right into the chair. Then went over the joint to other one who was called O'Malley, kneeling by the body. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും അവൾക്കറിയാമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്ന് അവിടെ നിന്നു. 2 പോലീസ്മാൻ അതിൽ നിന്നും ഇറങ്ങി വന്നു. അവർ രണ്ടുപേരെയും ആർക്ക് അറിയാമായിരുന്നു? പിന്നെ മിസ്സിസ് മെലോണിക്ക് അറിയാമായിരുന്നു. ഈസ് ഹി ഡെഡ്? ഷീ ക്രൈഡ്. ഐ ആം അഫ്രൈഡ് ഹി ഈസ്. വാട്ട് ഹാപ്പൻഡ്? അല്ലേ. ബ്രീഫ്ലി ഷീ ടോൾഡ് ഹർ സ്റ്റോറി അബൌട്ട് ഗോയിങ് ടു ദ ഗ്രോസർ ആൻഡ് കമ്മിങ് ബാക്ക് ടു ഫൈൻഡ് ഹിം ഓൺ ദ ഫ്ലോർ. വെൽ ഷീ വാസ് ടോക്കിംഗ്, ക്രൈയിങ് ആൻഡ് ടോക്കിംഗ്, Noonan discovered a small patch concealed blood on the dead man's head. He showed it to the O'Malley, who got up once and hurried to the phone. അങ്ങനെ രണ്ടുപേരും ഒമാലിയും നൂനാനുമാണ് വന്നത്. ജാക്ക് നൂനാനും ഒമാലിയുമായിരുന്നു പോലീസുകാർ വന്നിരുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ അവൾ പിന്നെ ജാക്ക് നൂനാനിൻ്റെ കൈകളിലേക്ക് വീണ് വികാരഭരിതയായി കരയാൻ തുടങ്ങി. അങ്ങനെ അയാൾ അവളെ സാവധാനം കസേരയിൽ പിടിച്ചിരുത്തി മറ്റു പോലീസുകാരനായ ഒമാലിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പാട്രിക്കിനെ പരിശോധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കുറച്ച് കട്ട പിടിച്ച രക്തമൊക്കെ അവർ കണ്ടെത്തി. സൂൺ അതർ മെൻ ബിഗാൻ ടു കം ഇൻ ടു ദ ഹൗസ്, ഫസ്റ്റ് ഇൻ ദ ഡോക്ടർ, ദെൻ 2 detectives. ഈ കരഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു പാട്രിക്ക് മരിച്ചുപോയോ എന്ന്. പാട്രിക്ക് ശരിക്കും യഥാർത്ഥത്തിൽ മരിച്ചുപോയിരുന്നു. അവൾ ആ കഥയൊക്കെ പറയാൻ തുടങ്ങി. ദ ഫസ്റ്റ് ഡോക്ടർ, ദെൻ 2 ആളുകൾ പിന്നെ കയറി വന്നു. ആദ്യം ഒരു ഡോക്ടറായിരുന്നു, ദെൻ 2 detectives 2 ഡിറ്റക്റ്റീവായിരുന്നു. വൺ ഓഫ് ഹീ ഷീ ന്യൂ ബൈ ദ നെയിം അല്ലേ. അതിലൊരാളെ മെലോണിക്ക് അറിയാമായിരുന്നു. ലേറ്റർ എ പോലീസ് ഫോട്ടോഗ്രാഫർ അറൈവ്ഡ് ആൻഡ് ടുക്ക് പിക്ചേഴ്സ്. പിന്നീടൊരു ഫോട്ടോഗ്രാഫർ വന്നു. അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു. ആൻഡ് മെൻ ഹൂ ഡിഡ് നോട്ട് നോ ഹു നോ എബൌട്ട് ഫിംഗർ പ്രിൻറ്റ്സിലെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളായിരുന്നു വന്നിരുന്നത്. There was a great deal of whispering and muttering beside the corpse, and detectives kept asking her a lot of questions. അവരെല്ലാവരും ഈ ഒരു ബോഡിയുടെ അടുത്ത് നിന്ന് പതുക്കെ പതുക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ ശവശരീരത്തിൻ്റെ അടുത്ത് നിന്ന്. അതുപോലെ തന്നെ അവളോട് ഡിറ്റക്റ്റീവ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് മെലോണിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദേ ഓൾവേസ് ട്രീറ്റഡ് ഹെർ കൈൻഡ്ലി. പക്ഷേ അവരെല്ലാവരും അവളോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഷീ ടോൾഡ് ഹെർ സ്റ്റോറി അഗെയിൻ. അവൾ ഈ കഥ പറയുകയാണ്. ദിസ് ടൈം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വെൻ പാട്രിക് ഹാഡ് ഹോം ഷീ വാസ് ഇൻ സ്വീയിങ് അല്ലേ. അവൾ കഥ പറയുകയാണ്. പാട്രിക് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ തുന്നുകയായിരുന്നു. ദെൻ ഹി വാസ് ടയേർഡ്. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. സോ ടയേർഡ് ഹി ഹാഡ് വാണ്ട് ടു ഗോ ഔട്ട് ഫോർ സപ്പർ. അങ്ങനെ ക്ഷീണിതനായതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഷീ ടോൾഡ് ഹൗ ഷീ ഹാഡ് പുട്ട് ദ മീറ്റ് ഇൻ ദ ഓവൻ. അവൾ ഓവനിൽ മട്ടനൊക്കെ വെച്ചതൊക്കെ പറയാണ്. ഈസ് ദർ നൗ കുക്കിംഗ് ആൻഡ് ഷീ ഹാഡ് സ്ലോപ്ഡ് ഔട്ട് ദ ഗ്രോസർ ഫോർ വെജിറ്റബിൾസ്. അതൊക്കെ വെച്ച് ഞാൻ ഗ്രോസറിൽ ഷോപ്പിലേക്ക് വെജിറ്റബിൾസ് വാങ്ങാനൊക്കെ പോയി. ആൻഡ് കെയിം ബാക്ക് ടു ഫൈൻഡ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഈ ഒരു തറയിൽ വീണ് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, പാട്രിക്ക് വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലേ. അതേപോലെ തന്നെ ഒരു ആട്ടിൻകാല് അവനിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി വാങ്ങാൻ പോയി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ചോദിക്കുകയാണ്, ആ കടക്കാരൻ്റെ പേരെന്തായിരുന്നു? വിച്ച് ഗ്രോസർ? വൺ ഓഫ് ദ ഡിറ്റക്റ്റീവ്സ് ആസ്ക്ഡ് അല്ലേ. ഏത് കടക്കാരനായിരുന്നു? ഷീ ടോൾഡ് ഹിം ആൻഡ് ഹീ ടേൺഡ് ആൻഡ് വിസ്പേർഡ് സംതിങ് ടു അതർ ഡിറ്റക്റ്റീവ് ഹു ഇമ്മീഡിയറ്റ്ലി വെൻറ്റ് ഔട്ട്സൈഡ് ഇൻ ടു ദ സ്ട്രീറ്റ്. അത് അദ്ദേഹം അവൾ ആ പേര് പറഞ്ഞു കൊടുത്തു. അത് ഒരു ഡിറ്റക്റ്റീവ് മറ്റേ ഡിറ്റക്റ്റീവിനോട് ആ പേര് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. 15 മിനിറ്റിനുള്ളിൽ അയാൾ കുറച്ച് കുറിപ്പുകളുമായിട്ടൊക്കെ തിരിച്ചു വന്നു. ഇൻ 15 minutes he was back with a page of notes and there was more whispering, and through her sobbing she heard a few whispered phrases. Acted quite normal, very cheerful, wanted to give him a very good supper, peas, cheesecake, impossible that she അല്ലേ.
വളരെ അവരുടെ തേങ്ങലുകൾക്കിടയിൽ അവളിങ്ങനെ തേങ്ങുന്നതിനിടയിൽ അവരുടെ ചില സംസാര ശകലങ്ങൾ അവർ കേട്ടു. എന്തൊക്കെയായിരുന്നു അവൾ കേട്ടിരുന്ന സംസാരങ്ങൾ? നോർമലായിട്ടാണ് പെരുമാറിയത്, സന്തോഷവതിയായിരുന്നു, പീസ്, ചീസ് കേക്ക് അവൾക്കൊരിക്കലും സാധ്യമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നതായിട്ട് ആര് കേട്ടു? മെലോണി കേട്ടു. After a while, a photographer and the doctor departed, and 2 other men came in and took the corpse away on the stretcher. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോഗ്രാഫറും ഡോക്ടറൊക്കെ പോയി. അതിന് പകരമായി മറ്റു 2 ആളുകൾ കയറി വന്നു, ഈ ഒരു ബോഡിയെ സ്ട്രക്ചറിലേക്ക് മാറ്റി. ദെൻ ദ ഫിംഗർ പ്രിൻറ്റ് മാൻ വെൻ്റ് അവേ. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന ആളും പോയി. ദ 2 detectives റിമൈൻഡ്. ഇപ്പോൾ 2 ഡിറ്റക്റ്റീവ് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ആൻഡ് സോ ദേ ഡിഡ് 2 policemen. They were exceptionally nice to her, and Jack Noonan asked if she wouldn't rather go somewhere else, to her sister's house, perhaps to his own wife, who would take care of her and put her up for the night. ഈ 2 കുറ്റാന്വേഷകരും മറ്റു 2 പോലീസുമാരും മാത്രം ബാക്കിയായി. അവരെല്ലാവരും നല്ല വിധത്തിൽ തന്നെയാണ് മെലോണിയോട് പെരുമാറിയത്. രാത്രി ചിലവഴിക്കാൻ അവൾക്ക് എവിടെയെങ്കിലും പോകണോ, അതല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകണോ, അതല്ല ഈ പോലീസുകാരൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടു ചെന്നാക്കണോ എന്നൊക്കെ അല്ലേ, അവളെ കെയർ ചെയ്തോളും എന്നൊക്കെ പോലീസുകാർ പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു, എനിക്ക് എങ്ങോട്ടും പോകണ്ട. നോ, ഷീ സെഡ് ഷീ ഡിഡ്ന്റ് ഫീൽ ഷീ കുഡ് മൂവ് ഈവൻ എ യാർഡ് ടു ദ മൊമെൻറ്റ്. വുഡ് ദേ മൈൻഡ് awfully if she stayed just when she was until she felt better. She didn't feel to at the moment. She really didn't. അല്ലേ, അവൾ എങ്ങോട്ടും പോകാൻ അവൾ സമ്മതിച്ചില്ല. ദെൻ ഷീ ഹാഡിൻ ബെറ്റർ ലൈ ഡൗൺ ഓൺ ദ ബെഡ്, ജാക്ക് നൂനൻ ആസ്ക്ഡ്. അപ്പോൾ അവളോട് കിടന്നോളാൻ വേണ്ടി നൂനൻ പറയുകയാണ്. നോ, ഷീ സെഡ് ഷീ would like to say right where she was, in this chair, a little later, perhaps when she felt better she would move. അല്ലേ, അവൾക്ക് കസേരയിൽ തന്നെ ഇരുന്നാൽ മതി, അവളുടെ പ്രയാസം കുറച്ച് കഴിയുമ്പോൾ അവൾ അവിടെ നിന്ന് മാറിക്കൊള്ളാമെന്നൊക്കെ പോലീസുകാരോട് പറഞ്ഞു. സോ ദേ ലെഫ്റ്റ് ഹെർ ദർ വൈൽ ദേ വെൻറ്റ് അബൌട്ട് ദ ബിസിനസ് സെർച്ചിങ് ദ ഹൗസ്. അവർ വീട് മുഴുവനും അരിച്ചു പുറക്കി. ഇടയ്ക്കിടയ്ക്ക് കുറ്റാന്വേഷകൾ അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. Occasionally, the detectives asked her another question. Sometimes Jack Noonan spoke at her gently as he passed by. ഇടയ്ക്കിടയ്ക്ക് നൂനാൻ അവളുടെ അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ അവളോട് വളരെ നല്ല രീതിയിൽ മാന്യമായി അവളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. Her husband, he told her, had been killed by a blow on the back of the head administered with a heavy blunt instrument, almost certainly a large piece of metal. They were looking for that weapon. The murderer may have taken it with him, but on the other hand he may throw it away or hidden it somewhere on the premises. അവർ പറയുകയാണ്, ഭർത്താവിനെ ആരോ മൂർച്ചയില്ലാത്ത ഒരായുധം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ്. അവർ ആ ആയുധത്തിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആ കൊലപാതകൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ എവിടെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ ഇവിടെ എറിഞ്ഞു കളയുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കണ്ടുപിടിച്ചാൽ കൊലപാതകിയെ പിടിക്കുന്നത് വളരെ എളുപ്പമായിരിക്കുമെന്ന് ആ ഡിറ്റക്റ്റീവ്സ് അവളോട് പറഞ്ഞു. It is the old story, he said. Get the weapon, you have got the man. Later, one of the detectives came up and sat beside her. Did she know, he asked, of anything in the house she could have been used for the weapon? കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിറ്റക്റ്റീവ് അവളുടെ തൊട്ടടുത്ത് വന്നിരുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുക, ഒരു കൊലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ആ വീട്ടിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Would she mind having a look around to see if anything missing, a very big spanner, for example, or heavy metal? ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വലിയ സ്പാനറുകളോ മെറ്റൽ വാസുകളോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ എന്ന് മെലോണിയോട് അവർ ആവശ്യപ്പെടുകയാണ്. They didn't have any heavy metal vases, she said. അല്ലേ, അങ്ങനെ വലിയ മെറ്റൽ വേസുകളൊന്നും വീട്ടിലില്ലായിരുന്നു എന്നവൾ പറയുകയാണ്. ഓർ ബിഗ് സ്പാനർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. She didn't think they had big spanner, but there were might some things like that in the garage. അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ, സ്പാനറുകളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഗ്യാരേജിൽ ഉണ്ടായിരിക്കാമെന്നവൾ പറയുകയാണ്. ദ സെർച്ച് വെൻ്റ് ഓൺ. അല്ലേ, അവരുടെ അന്വേഷണം അല്ലെങ്കിൽ അവരുടെ ആ തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഷീ ന്യൂ ദാറ്റ് ദർ വെർ other policemen in the garden all around the house.
അല്ലേ, വീടിന് ചുറ്റുമുള്ള ഗാർഡനുകളിലൊക്കെ പോലീസുകാരുണ്ടായിരുന്നു. അവരെല്ലാം ഇത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീ കുഡ് ഹിയർ ദെയർ ഫുഡ് സ്റ്റെപ്പ് ഓൺ ദ ഗ്രേവ് ലൗഡ്സ്. പുറത്ത് ചെരലിൽ അവരുടെ കാൽപാദത്തിൻ്റെ ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. ആൻഡ് സംടൈം ഷീ സോ എ ഫ്ലാഷ് ഓൺ ദ ടോർച്ച് ത്രൂ എ ചിങ് ഓഫ് കർട്ടൈൻസ്. ചില സമയത്ത് അവരുടെ ടോർച്ചിൻ്റെ ലൈറ്റ് അവൾക്ക് കർട്ടനിലൂടെ കാണാമായിരുന്നു. ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലേറ്റ്. നിയർലി 9 ഷീ നോട്ടീസ്ഡ് ബൈ ദ ക്ലോക്ക് ഇൻ ദ മാൻഡിൽ. അല്ലേ, അവർ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദ 4 men searching the rooms seemed to be growing weary, a trifle exasperated. അല്ലേ, അവർ വളരെയധികം ക്ഷീണിതരായി കാണപ്പെട്ടു. അല്ലേ, രാത്രി മുഴുവൻ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാക്ക്, ഷീ സെഡ്, ദ നെക്സ്റ്റ് സർജൻറ്റ് നൂനാൻ വെൻറ്റ് ബൈ. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഡ്രിങ്ക്. അവൾ നൂനാനോട് ഒരു ഡ്രിങ്ക് എടുത്തു കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു. ആര്? മലോണി. ഷുവർ, ഐ വിൽ ഗിവ് യു എ ഡ്രിങ്ക്. യു മീൻ ദിസ് വിസ്കി. അല്പം വിസ്കിയാണ് അവൾക്ക് വേണ്ടിയിരുന്നത്. അത് കുടിച്ചാൽ കുറച്ച് സുഖം. എ സ്പീസ് ബട്ട് ജസ്റ്റ് എ സ്മാൾ വൺ. ഇറ്റ് മേക്ക് മീ ഫീൽ ബെറ്റർ. അല്ലേ, വിസ്കി കുടിച്ചാൽ എനിക്ക് കുറച്ച് സുഖം ഉണ്ടാവുമെന്ന് അവൾ പറഞ്ഞു. അത് കുടിക്കുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഹി ഹാൻഡ് ഹെർ ദ ഗ്ലാസ്. അല്ലേ, അവൾക്ക് ഗ്ലാസ് നൽകി. വൈ ഡോണ്ട് യു ഹാവ് വൺ യുവർ സെൽഫ്, ഷീ സെഡ്. അല്ലേ, നിങ്ങൾക്ക് കുറച്ച് കുടിച്ചുകൂടെ എന്ന് അവൾ ചോദിച്ചു. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? യു മസ്റ്റ് ബി ഓഫ്ലി ടയർഡ്, പ്ലീസ് ഡു, യു ഹാവ് ബീൻ വെരി ഗുഡ് ടു മീ. വെൽ, ഹി ആൻസേർഡ്, ഇറ്റ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി അലൗഡ്, ബട്ട് ഐ മൈറ്റ് ടേക്ക് ജസ്റ്റ് എ ഡ്രോപ്പ് ടു കീപ് മീ ഗോയിങ്. അല്ലേ, ഈ ജോലി ചെയ്യുന്ന സമയത്ത് അത് കുടിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. വൺ ബൈ വൺ ദ അതേഴ്സ് കെയിം ഇൻ. അല്ലേ, ഒന്നിന് പിറകെ ഒന്നായി വീണ്ടും അവരെല്ലാവരും കയറി വരികയാണ്. അവർ പെർസേർവ് ടു ടേക്ക് എ ലിറ്റിൽ റിപ്പ് ഓഫ് വിസ്കി. അല്ലേ, നൂനാനോടും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടും ഒക്കെ അവൾ കുടിക്കാൻ പറഞ്ഞു. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ കുടിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. പക്ഷേ രസത്തിന് വേണ്ടി അല്പം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവരും കുടിക്കാനായി അവരോട് കൂടെ ഒത്തുചേർന്നു. They stood around rather awkwardly with the drinks in their hands, uncomfortable in her presence. Trying to say consoling things to her, Sergeant Noonan wandered into the kitchen. Come out quickly and said, "Look, Mrs. Maloney, you know that oven of yours still on, and the meal still inside." അങ്ങനെ എല്ലാവരും കൂടെ വിസ്കി കഴിക്കുകയാണ്. കയ്യിൽ ഗ്ലാസ്സുകളുമായിട്ട് അവരെല്ലാവരും അവളുടെ ചുറ്റും നിന്ന് നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നൂനാൻ അടുക്കളയിൽ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അവനിപ്പോൾ ഓണാണെന്നും അതിനുള്ളിൽ ഇറച്ചി വെന്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൾ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചു. "Oh dear me," she cried, "so it is late. I better turn it off for you, hadn't I? Will you to do that, Jack? Thank you so much." When the surgeon returned the second time, she looked at him with large, dark, tearful eyes. "Jack Noonan," she said. "Yes. Would you me a small favor you?" അങ്ങനെ അവരോടെല്ലാവരും പാട്രിക്കിൻ്റെ കൂട്ടുകാരാണല്ലോ, അതുകൊണ്ട് അവൾ എന്തെങ്കിലും അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വെൻ ദ സർജൻ റിട്ടേൺഡ് സെക്കൻഡ് ടൈം ഷീ ലുക്ക്ഡ് അറ്റ് ഹിം. സർജൻ്റ് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അവൾ കണ്ണുനീരുകളോടെ നോക്കി. "We can try Mrs. Maloney well," she said. "Here you are all, the good friends of dear Patrick's too." അല്ലേ, നിങ്ങളെല്ലാവരും പാട്രിക്കിൻ്റെ കൂട്ടുകാരാണല്ലോ. അല്ലേ, നിങ്ങളെല്ലാവരും ഇവിടെ വന്നതാണ്. "ആൻഡ് ഹെൽപ്പിംഗ് ടു ക്യാച്ച് ദ മാൻ ഹു കിൽഡ് ഹിം." അദ്ദേഹത്തെ കൊന്ന മനുഷ്യനെ നിങ്ങൾ തിരയുകയാണല്ലോ. "യു മസ്റ്റ് ബി ടെറിബിൾ ഹംഗ്രി ബൈ നൗ." അല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിശപ്പുണ്ടാവുമല്ലോ, അത്താഴമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. "You must be terrible hungry by now because it long past your supper time, and I know Patrick would never forgive me." എനിക്കറിയാം, നിങ്ങൾക്ക് ഭക്ഷണമൊന്നും തന്നില്ലെങ്കിൽ പാട്രിക്ക് എന്നോട് പൊറുക്കില്ല. "God bless his soul." അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം ശാന്തി നൽകട്ടെ. "If I allowed you remain in his house without offering you a decent hospitality." നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആതിഥേയത്വം നൽകിയില്ലെങ്കിൽ അത് പാട്രിക്കിന് ഇഷ്ടമാകില്ല. "Why don't you eat up that lamb that is in the oven? It will be cooked just right by now." അവർക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പാട്രിക്കിന് ഒരിക്കലും ഇഷ്ടമാവില്ല. അതുകൊണ്ട് അവനിൽ ഇരിക്കുന്ന ആട്ടിറച്ചി നമ്മളെല്ലാവരുമായി കഴിക്കുകയില്ലേ എന്ന് ചോദിക്കുകയാണ്.
ഇത് അവരുമായി പങ്കുവെക്കാൻ അവരെ ക്ഷണിച്ചു. പക്ഷേ ജാക്ക് ന്യൂനാൻ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്ലീസ്, ഷീ ബെഗ്ഡ്, പ്ലീസ് ഈറ്റ് ഇറ്റ്. സെർട്ടൈൻലി നോട്ട് വാട്ട്സ് ബീൻ ഇൻ ദ ഹൗസ് വെൻ ഹി വാസ് ദർ. But it is all right for you. It had been a favor to me. If you don't eat up, then you can go with your work again afterwards. പക്ഷേ അവൾ അവരോട് കഴിക്കാനായി യാചിച്ചു കൊണ്ട് പറഞ്ഞു. പക്ഷേ അവർ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് തിന്നാമല്ലോ. ഇറച്ചി തിന്നുന്നത് അവളോട് ചെയ്യുന്നൊരു വലിയ ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞു. തിന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരുകയും ചെയ്യാമെന്ന് പറഞ്ഞു. There was a good deal of hesitating among the 4 policemen, but they were clearly hungry. അവർക്ക് നല്ലപോലെ വിശപ്പും ഉണ്ടായിരുന്നു. And in the end they were persuaded to go to the kitchen and help themselves. The woman stayed where she was, listening to the speaking among themselves, their voices thick and sloppy because their mouths were full of meat. അങ്ങനെ അവർ ഇത്രയും കേട്ടപ്പോൾ അവരെല്ലാവരും അടുക്കളയിൽ പോയി ഇറച്ചി കഴിക്കാമെന്ന് തീരുമാനിച്ചു. മേരി മെലോണി ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് അവരുടെ വർത്തമാനം നല്ലപോലെ കേൾക്കാമായിരുന്നു അല്ലേ. ഇവരെല്ലാവരും കൂടി അവർ ഭക്ഷണം കഴിക്കുകയാണ്. ഹാവ് സം മോർ ചാർലി അല്ലേ. അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു ശബ്ദം ആർക്ക് കേൾക്കാമായിരുന്നു? മെലോണിക്ക് കേൾക്കാമായിരുന്നു. അവർക്ക് അത് തീർക്കണമായിരുന്നു. അങ്ങനെ നോ ബെറ്റർ നോട്ട് ഫിനിഷ്. ഷീ വാണ്ട് ടു അസ് ഫിനിഷ് ഇറ്റ്. ഷീ സെഡ് സോ, ബി ഡൂയിങ് ഹെർ ഫേവർ. ഓക്കെ ദെൻ ഗിവ് മീ സം മോർ. They wanted to finish it and so they are encouraging to each other to eat more. അല്ലേ, അവർക്ക് ആ ഒരു ആട്ടിൻകാലിൽ ഇറച്ചി തീർക്കണമായിരുന്നു. അതുകൊണ്ട് അവർ കൂടുതൽ കഴിക്കാൻ പരസ്പരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതിന് വൺ ഓഫ് ദം സെഡ് അല്ലേ, അതിലൊരാൾ പറയുകയാണ്, according the doctor that murderer usually really heavy weapon to smash the skull of pieces. അതിലൊരാൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കൊലപാതകി എന്തോ ഭാരമുള്ള ഒരു ആയുധം കൊണ്ടാണ് പാട്രിക്കിൻ്റെ തലക്കടിച്ചതെന്നൊക്കെയാണ് അവർ പറയുന്നത്. That's the hell of a big club of gut must be used to hit a poor Patrick, one of them saying. The doctor says his skull was smashed all pieces just like from a sledgehammer. അല്ലേ, അദ്ദേഹത്തിൻ്റെ തല. അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റൊരാൾ പറയുകയാണ്, പാറ പൊട്ടിക്കുന്ന നല്ല ചുറ്റിക വെച്ചായിരിക്കാം അദ്ദേഹത്തിൻ്റെ തലക്കടിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ തലയൊക്കെ ആകെ ചതഞ്ഞ് നാശമായിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ought to be easy to find. എക്സാക്ട്ലി വാട്ട് ഐ സേ. അപ്പോൾ വേറൊരാൾ പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമെന്നാണ് പറയുന്നത്. Whoever done it, they are not going to be carrying a thing like that around with a longer that they need. One of them belched. അല്ലേ, ഒരു കൊലപാതകയും ഇത്ര ഭാരമുള്ള ആയുധം ഒരിക്കലും ദൂരത്തേക്ക് കൊണ്ടുപോകില്ല എന്ന് മറ്റൊരാൾ പറയുകയാണ്. അപ്പോൾ അവരിലൊരാൾ പറയുകയാണ്, വൺ ഓഫ് ദ പേഴ്സണലി ഐ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ് ഹിയർ ഓൺ ദ പ്രമിസസ്, പ്രോബബ്ലി റൈറ്റ് അണ്ടർ യുവർ വെരി നോസസ്. ചിലപ്പോൾ ആ ഒരു കൊലപാതകി വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കാം. പ്രോബബ്ലി റൈറ്റ് അണ്ടർ യുവർ വെരി നോസസ് അല്ലേ, ചിലപ്പോൾ നമ്മുടെ മൂക്കിൻ താഴത്ത് തന്നെ ആ ഒരു കൊലപാതകി ഉണ്ടായിരിക്കാം. ആൻഡ് ദ അതർ റൂം മേരി മെലോണി ബിഗാൻ ടു ഗിഗിൾ അല്ലേ. ഇതൊക്കെ കേട്ടുകൊണ്ട് മറ്റേ മുറിയിൽ നിന്ന് മേരി മെലോണി കുലുങ്ങി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇതിലൂടെ നമുക്ക് കുറച്ച് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ ഒരു ആശയം മനസ്സിലാകും. കാരണം ലാംബ് ടു ദ സ്ലോട്ടർ അല്ലേ, ഇവിടെ ഹൂ അക്കോർഡിംഗ് ടു യു ഈസ് ആർ ദ ലാംബ്സ് ഇൻ ദ സ്റ്റോറി, ഹു ഈസ് ബീയിങ് സ്ലോട്ടഡ്. ഈ കഥയിൽ ആട്ടിൻകുട്ടികൾ ആരാണ്, എന്താണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത് അല്ലേ. ലാംബ് ടു ദ സ്ലോട്ടർ ആണ് ഇവിടെ. ഇതൊരു എന്തിൽ നിന്നുള്ള അല്ലേ, ബൈബിളിൽ നിന്നുള്ള എടുത്തൊരു ഭാഗമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലേ, ദ ലാംബ്സ് ആർ ഇവിടെ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ആടുകൾ ആരാണ്. ദ ലാംബ്സ് ആർ ദ പോലീസ്മാൻ. ഇവിടെ പോലീസ്മാനാണ് ഈ ഒരു ആട്ടിൻകുട്ടികൾ. ഹു ഹീറ്റ് ദ ലെഗ് ഓഫ് ലാംബ്, അവരാണ് ആട്ടിറച്ചി കഴിക്കുന്നത്. വാട്ട് ഈസ് ബീയിങ് സ്ലോട്ടേഡ് അല്ലേ, ഇവിടെ കൊലപാതകം ചെയ്യപ്പെടുന്നത് എന്താണ്. വാട്ട് ഈസ് ബീയിങ് സ്ലോട്ടേഡ് ഇസ് ദ ട്രൂത്ത് എവിഡൻസ് ഓഫ് ദ മർഡർ. കൊലപാതകം ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ സത്യവും അതുപോലെ തന്നെ തെളിവുമാണ് ഇവിടെ കൊലപാതകം ചെയ്യപ്പെടുന്നത്. അതാണ് ഇവിടെ ഇല്ലാതാകുന്നത്. അതെല്ലാം ടു ദ സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ മിസ്സിസ് മേരി മെലോണി പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയത് എന്തിനാണ് അല്ലേ. ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷീ
എന്തുകൊണ്ടാണ് മേരി മെലോണി അപ്പോൾ അവൾക്ക് സാധനങ്ങൾ ആവശ്യമുണ്ടായിട്ടാണോ അവൾ പോയത്? അല്ല, ഒരിക്കലുമല്ല. ഷീ നീഡ്സ് ടു ബി അലൈബി ടു പ്രൂവ് ദാറ്റ് ഷി വാസ് നോട്ട് അറ്റ് ഹോം. കൊലപാതക സമയത്ത് അവൾ വീട്ടിലില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആയിരുന്നു അവൾ പലചരക്ക് കടയിലേക്ക് പോയിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, വാട്ട് വാസ് മിസ്റ്റർ മെലോണി? മിസ്റ്റർ മെലോണിയുടെ ജോലി എന്തായിരുന്നു? അവരൊരു ഡിക്റ്റേറ്റീവായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മിസ്സിസ് മെലോണീസ് ഇൻറ്റൻഷൻ ഇൻ ഗെറ്റിംഗ് ദ ലാമ്പ് ഫ്രം ദ ഫ്രീസർ? മെലോണി എന്തിനാണ് ഡീപ്പ് ഫ്രീസറിൽ നിന്ന് മാർട്ടിൻകാൽ എടുത്തത്? അല്ലേ, ഷീ തോട്ട് ദാറ്റ് മിസ്റ്റർ മെലോണി ഷുഡൻ റിമെയിൻ ഹംഗ്രി. അവളുടെ ഭർത്താവ് പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു ഈസ് ജാക്ക് നൂനാൻ? ജാക്ക് നൂനാൻ ആരായിരുന്നു? ജാക്ക് നൂനാൻ ഒരു പോലീസുകാരനായിരുന്നു. ഇനി സെക്കൻഡ് സെക്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മൈറ്റ് ബി ദ പ്രോബബിൾ റീസൺ ടു പാട്രിക് ടു ലീവ് ഹിസ് വൈഫ്? പാട്രിക് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്തായിരിക്കാം എന്നുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. ഈ മൈറ്റ് ഹാവ് ഫാളൻ ഇൻ ലവ് വിത്ത് അനദർ വുമൺ. മറ്റൊരു സ്ത്രീയുമായി ചിലപ്പോൾ ചില ഇഷ്ടം തോന്നിയിരിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, പിക്ക് ഔട്ട് ദ എവിഡൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് ഷോ ദാറ്റ് പാട്രിക്സ് ഈസ് അണീസി ആൻഡ് അബൌട്ട് റിവീലിംഗ് ഹിസ് വൈഫ് ദാറ്റ് ഹീ ഈസ് ലീവിങ് ഹർ. അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് മേരിയോട് പറയാൻ പാട്രിക്കിന് വിഷമമായിരുന്നു എന്ന് കാണിക്കുന്ന വരികൾ എന്തൊക്കെയാണ്? ഇനി നമുക്ക് ടെക്സ്റ്റിൽ നമുക്കൊന്ന് കാണാം. But I have thought about it a good deal and I have decided to one only thing to do, to tell as you right way. And I know a kind of bad time to telling you. There simply wasn't any other way എന്നൊക്കെ പറയുന്ന ഒരു വരികളാണ് പറയുന്നത്. It wasn't till then that she began to get frightened. What finally frightened Mrs. Maloney? ഇതുവരെ അവൾക്ക് പേടിയൊന്നുമില്ലായിരുന്നു എന്ന് മിസ്സിസ് മെലോണിയെ പേടിപ്പെടുത്തിയത് എന്താണ്? അല്ലേ, ഒരു പേടിയില്ലായിരുന്നു. പിന്നെ എന്താണ് അവളെ പേടിപ്പെടുത്തിയത്? അല്ലേ, പാട്രിക്കിൻ്റെ സ്വഭാവത്തിൽ അവൾക്ക് പേടി തോന്നാനുള്ള കാരണം എന്തായിരുന്നു? പാട്രിക് ഹാഡ് 2 ക്വിക്ക് ഡ്രിങ്ക്സ്. അല്ലേ, 2 തവണ വിസ്കി കഴിച്ചു. ഇറ്റ് വാസ് അൺയൂഷ്വൽ. ഇത് ഒരു അൺയൂഷ്വൽ തിങ് ആയിരുന്നു. വെൻ മിസ്സിസ് മെലോണി ഓഫേർഡ് ടു കിക്ക് സംതിങ് ഫോർ ഹിം ആൻഡ് ഗോട്ട് അപ്പ് ടു ദ കിച്ചൺ ആൻഡ് ആസ്ക്ഡ് ഹെയർ ടു സിറ്റ് ഡൗൺ. എന്തെങ്കിലും അദ്ദേഹത്തിന് കഴിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ തന്നെ ഇരിക്കാൻ അവളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതാണ് അവളെ പരിഭ്രാന്തയാക്കിയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മേരി റിയാക്ട് ടു പാട്രിക്സ് ന്യൂസ്? പാട്രിക്കിൻ്റെ ന്യൂസിനോട് എങ്ങനെയാണ് മേരി പ്രതികരിച്ചത്? ആദ്യം അവൾക്ക് വിശ്വാസം തോന്നിയില്ല. അല്ലേ, ഹെർ ഫസ്റ്റ് റെസ്പോൺസ് വാസ് നോട്ട് ടു ബിലീവ് ഇറ്റ് ടു റിജക്റ്റ് ആൾ. ഷീ തോട്ട് ഷീ ഹാഡ് ഇമാജിൻഡ് ദ ഹോൾ തിങ്. ഇഫ് ഷീ വെൻ ഹെർ നോർമൽ ബിസിനസ് ഷീ വുഡ് വേക്ക് അപ്പ് ആൻഡ് ഷീ വുഡ് ഫൈൻഡ് നൺ ഓഫ് ദിസ് ഹാഡ് എവർ ഹാപ്പൻഡ്. ആദ്യം അവളുടെ ചീത്ത സ്വപ്നം കണ്ടതാണെന്ന് തോന്നി. സാധാരണഗതിയിൽ ജോലി തുടർന്നാൽ അവൾക്ക് ഉറക്കം വിട്ട് ഉണരണമെന്നും ഇതെല്ലാം വെറും ഭാവനയായിരുന്നുവെന്നും മനസ്സിലാക്കുമെന്നൊക്കെയാണ് അവൾ ചിന്തിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദാറ്റ് മർഡർ ഓഫ് മെലോണി ഈസ് പ്ലാൻഡ് മർഡർ? മിസ്റ്റർ മെലോണിയുടെ കൊലപാതകം കരുതിക്കൂട്ടി ചെയ്ത ഒന്നാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട്? അല്ല, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മർഡർ ഓഫ് മെലോണി ഈസ് പ്ലാൻഡ് മർഡർ. ഒരിക്കലും അതൊരു പ്ലാൻഡ് മർഡർ അല്ല. ഷി വാസ് ഷോക്ക്ഡ്. ഷീ തോട്ട് ഷി വാസ് ഡ്രീമിങ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. ഇത് കേട്ടപ്പോൾ അവൾ സ്വപ്നത്തിലാണെന്ന് തോന്നിയിട്ടാണ് അവൾ ഈ ഒരു കാര്യം ചെയ്തത്. അല്ലെ, ആ ഒരു പെട്ടെന്നുള്ള റെസ്പോൺസിനാൽ ചെയ്തതാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു നോ ദ പോലീസ് ഹാവ് നോട്ട് റൂൾഡ് മിസ്സിസ് മെലോണി ഔട്ട് ഓഫ് പോസിബിൾ സസ്പെക്ട്? മിസ്സിസ് മെലോണി കുറ്റക്കാരിയല്ല എന്ന് പോലീസ് മുഴുവനായും തീരുമാനിച്ചിട്ടില്ല. അത് എങ്ങനെ നമുക്ക് അറിയാം? കാരണം one of the policemen, O'Malley, says that Jack Noonan, that murder weapon is right here, the premises right under their very noses. കൊല്ലാൻ ഉപയോഗിച്ച ആയുധം വീട്ടിൽ തന്നെയുണ്ട് എന്നും അത് അവരുടെ മൂക്കിന് താഴെ തന്നെയാണെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഇറ്റ് വുഡ് ബി എ ഫേവർ ടു മീ ഇഫ് യു ഈറ്റ് അപ്പ്. നിങ്ങളത് കഴിച്ചാൽ വലിയ ഉപകാരമായിരിക്കുമെന്ന് മേരി മെലോണി പറയുന്നത് എങ്ങനെയാണിത് മേരിക്ക് ഉപകാരമാകുന്നത്? ഇറ്റ് വുഡ് ബി എ ഫേവർ ടു മേരി ഇൻ 2 ways. 2 രീതിയിൽ അത് മേരിക്ക് ഉപകാരമാണ്. ഒന്ന്, ഇഫ് ദ ഈറ്റ് ഇറ്റ്, ഇത് അവർ കഴിക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ഷീ ഹാസ് ട്രീറ്റഡ് ഹെർ ദ ഫ്രണ്ട്സ് ഓഫ് ഹർ ഹസ്ബൻഡ് വെൽ. ഇഫ് ദ ഈറ്റ് ഇറ്റ് മീൻസ് ഷീ ഹാസ് ട്രീറ്റഡ് ദ ഫ്രണ്ട്സ് ഓഫ് ഹർ ഹസ്ബൻഡ് വെൽ. അവളുടെ ഭർത്താവിൻ്റെ കൂട്ടുകാർ നന്നായി സൽക്കരിച്ചു എന്ന ഒരു കാര്യം. രണ്ടാമത്, സെക്കൻഡ്ലി ഇഫ് ദ ഈറ്റ് ഇറ്റ്, രണ്ടാമത് അവൾ തിന്നാൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പിന്നീട് ഒരിക്കലും കണ്ടെടുക്കാൻ സാധിക്കുകയില്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു,
ഹു അക്കോർഡിംഗ് ടു യു ആർ ദ ലാംസ് ഇൻ ദ സ്റ്റോറി. ആരാണ് ഈ ഒരു കഥയിൽ ആട്ടിൻകുട്ടികൾ, ആരാണ് കൊല ചെയ്യപ്പെടുന്നത്? ദ ലാംസ് ആർ ദ പോലീസ്മെൻ. ആട്ടിൻകുട്ടികൾ പോലീസ്മെൻ ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ബീങ് സ്ലോട്ടേഡ് ഈസ് ദ ട്രൂത്ത് ദ എവിഡൻസ് ഓഫ് ദ മർഡർ. ഇവിടെ കൊലപാതകം ചെയ്യപ്പെടുന്നത് ഈ ഒരു കൊലപാതകത്തിൻ്റെ തെളിവാണ്. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത്. സോ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.